കളങ്കാവൽ 2025 ഇറങ്ങിയ വളരെ വ്യത്യസ്തവും എന്നാൽ വളരെ നെഗറ്റീവ് ഷെയ്ഡും മമ്മൂട്ടി അതിക്രൂരനായ വില്ലനായിട്ട്, ഒരു സൈക്കോ വില്ലനായിട്ട് വന്ന ക്യാരക്ടർ. എന്തായാലും അത് 80 കോടിയിൽ കൂടുതൽ, 80-85 കോടി കളക്ട് ചെയ്യുകയും ചെയ്തു. ഒരു ഓഫ് ബീറ്റ് സിനിമ പോലെ ഫീൽ ചെയ്തെങ്കിലും നല്ല ഗംഭീരമായിട്ട് അത് ഡയറക്റ്റ് ചെയ്തുകൊണ്ട്. ആദ്യത്തെ ഡയറക്ഷനാണ് ജിതിൻ്റെ. ഇതിനകത്ത് ഗംഭീരമായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജിതിൻ്റെ രണ്ടാമത്തെ സിനിമ കളങ്കാവിന് ശേഷം വരുന്നു. ഇവിടെ നായകൻ മമ്മൂട്ടിയല്ല, ജയസൂര്യയാണ്. സിനിമയുടെ പേര് മായെന്നാണ്. ഇതിൻ്റെ ഇന്ന് പൂജാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇത് ഉറപ്പായിട്ടും വളരെ വ്യത്യസ്ത ഒരു പോസ്റ്ററും സംഭവങ്ങളൊക്കെയാണ്, അടിപൊളി ഒരു പോസ്റ്ററൊക്കെയാണ് ഇറങ്ങിയത്. എന്തായാലും ഈ വർഷം റിലീസ് ചെയ്യുന്ന ഒരു മെയിൻ ജയസൂര്യ പടമായിരിക്കും. ജയസൂര്യയും വ്യത്യസ്ത ആഗ്രഹിക്കുന്ന ഒരാളാണ്, വ്യത്യസ്ത ഗെറ്റപ്പുകൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജയസൂര്യയുടെ ഇനി കത്തനാര് പോലുള്ള സിനിമകൾ വരാൻ കിടക്കുന്നുണ്ട്. ജയസൂര്യയുടെ എല്ലാം നല്ല ഗംഭീര പ്രൊജക്റ്റുകളാണ് അണിനീലയിൽ ഒരുങ്ങുന്നത്. എന്തായാലും ജിതിൻ്റെ ഇതൊരു കൊച്ചു പടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഗംഭീര പടമായിരിക്കും. ഇതിൻ്റെ നല്ലൊരു ക്രാഫ്റ്റ്മാനാണ്. ഗംഭീരമായിട്ട് വിജയിക്കട്ടെ. ആട് 100 കോടി അടിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇനി അങ്ങോട്ട് അടുപ്പിച്ച് 100 കോടി അടിക്കാൻ ജയസൂര്യയ്ക്ക് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.